സമ്മേളനത്തിൽ ആശംസാ പ്രഭാഷണം നിർവഹിക്കാൻ ISM സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷുക്കൂർ സലാഹിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ആദരണീയരായ പണ്ഡിതന്മാരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, കേരളത്തിലെ മുസ്ലിം നവോത്ഥാന രംഗത്ത് ഐതിഹാസികമായ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ 100ാം വാർഷിക സമ്മേളനത്തിൽ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യനായ കേരള നദവത്തുൽ മുജാഹിദിൻ്റെ സംസ്ഥാന സെക്രട്ടറി സലാഹുദ്ദീൻ മദനി അവസാനിപ്പിച്ചിടത്ത് നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ സംസാരത്തിന് തുടക്കം കുറിക്കാനും അത് അവസാനിപ്പിക്കാനും ആഗ്രഹിക്കുന്നത്. ഒരു കൽച്ചുമരു പോലും കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ സ്വപ്നം കാണാൻ അവകാശമില്ലാത്ത ഒരു സമുദായത്തിന് കാരിരുമിൻ്റെ കരുത്തുള്ള വൈജ്ഞാനിക വൻമരങ്ങൾ നൽകിയ മഹാപണ്ഡിതന്മാരുടെ ത്യാഗപൂർണമായ പരിശ്രമത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തലയുയർത്തി നിൽക്കുന്ന വൈജ്ഞാനിക വിളക്കുമാടങ്ങൾ എന്ന് മൗലവി സൂചിപ്പിക്കുകയുണ്ടായി. അക്ഷരവിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുകയും അഗണ്യകോടികളിലേക്ക് സമുദായത്തിൻ്റെ പിൻനിരകളിലേക്ക് തള്ളപ്പെടുകയും ചെയ്ത സഹോദരിമാർക്ക് ആകാശം മുട്ട വളരുവാനുള്ള വൈജ്ഞാനികമായ അവസരങ്ങളാണ് മുജാഹിദ് പ്രസ്ഥാനവും കേരള ജമിയത്തുലമയും പകർന്നു നൽകിയത്. ഞാൻ ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ കേരള നദവത്തുൽ മുജാഹിദിൻ്റെ സംസ്ഥാന കൗൺസിലറും കൊല്ലം ജില്ലയിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖനായ നേതാവുമായ നവാസ് സാഹിബിൻ്റെ മകളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു സന്തോഷ വാർത്തയും കേട്ടുകൊണ്ടാണ് ഞാൻ ഈ വേദിയിലേക്ക് പ്രവേശിച്ചത്. അദ്ദേഹത്തിൻ്റെ മകൾ നെഹില നവാസ്, ആ പെൺകുട്ടി തൻ്റെ ഡിഗ്രി പഠനം ഷാർജ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ടോപ്പറായി ആ പെൺകുട്ടി തൻ്റെ പഠനം പൂർത്തിയാക്കി അമേരിക്കയിലെ അറ്റ്ലാന്റയിലെ ജോർജിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറ്റോമിക് ഫിസിക്സിൽ PG പൂർത്തിയാക്കുകയും 3.5 കോടി രൂപ സ്കോളർഷിപ്പ് നേടി PhD വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുകയും ചെയ്ത സന്തോഷ വാർത്താ പിതാവ് പങ്കുവെക്കുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ ഈ വേദിയിലേക്ക് പ്രവേശിച്ചത്. 1 നൂറ്റാണ്ട് കൊണ്ട് കേരള ജമിയത്തുലമ പകർന്നെടുത്ത നന്മകൾ എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആകാശം മുട്ട വളരുന്ന ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന 10,000-കണക്കിന് വൈജ്ഞാനിക നിലവാരമുള്ള പെൺകുട്ടികളെ ഈ നാടിന് സംഭാവന ചെയ്തു എന്ന ഉത്തരം നമുക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുന്ന ഒരു സമയമാണ്. സഹോദരങ്ങളെ, കേരള ജമിയത്തുലമയ്ക്ക് നേതൃത്വം നൽകിയ മഹാപണ്ഡിതന്മാർ, മഹാനായ KN ഇബ്രാഹിം മൗലവി, 5 പതിറ്റാണ്ടിലധികം കേരള ജമിയത്തുലമയുടെ നേതൃത്വത്തിലിരുന്ന KN ഇബ്രാഹിം മൗലവിയുടെ കാലഘട്ടത്തിന് ശേഷം കേരള ജമിയത്തുലമയുടെ നേതൃത്വത്തിലേക്ക് കടന്നു വന്ന മുഹീദ്ദീൻ ഉമരിയുടെ കാലഘട്ടങ്ങൾക്കിപ്പുറം കേരള ജമിയത്തുലമയുടെ നേതൃത്വത്തിലേക്ക് കടന്നു വന്ന M മുഹമ്മദ് മദനി, ജമിയത്തുലമയുടെ 100ാം വാർഷികം പ്രഖ്യാപിക്കുന്ന വേദിയിൽ മുഹമ്മദ് മദനിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. 100ാം വാർഷികം അവസാനിക്കുന്ന ഈ വേദിയിൽ ആദരണീയനായ മുഹമ്മദ് മദനിയുടെ സാന്നിധ്യമില്ല. കേരളത്തിന്റെ തെരുവുകളിൽ 7 പതിറ്റാണ്ടുകാലം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശ മുന്നേറ്റത്തിന് ത്യാഗോജ്ജലമായ പോരാട്ടം നടത്തിയ മദനിയുടെ പേര് പരാമർശിക്കാതെ ജമിയത്തുലമയുടെ 100ാം വാർഷികം പൂർത്തിയാക്കാൻ കഴിയില്ല എന്നത് ഈ വേദിയോടുള്ള നന്മയായി ഞാൻ തിരിച്ചറിയുന്നു. മുഹമ്മദ് മദനി അദ്ദേഹത്തിന്റെ ഒരു വിശുദ്ധ ഒരു പഠന ക്ലാസ്സിൽ ഞങ്ങൾ വിദ്യാർത്ഥികളായിരിക്കുന്ന ഘട്ടത്തിൽ മൗലവി ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്: ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ പോരാട്ടങ്ങൾ നിർത്താനാവില്ല. ഇരുട്ട് നിറഞ്ഞ അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞ കേരളക്കരയുടെ തെരുവോരങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിളക്കുമാടവുമായി കടന്നു വന്ന ആയിരങ്ങളുടെ ത്യാഗപൂർണമായ ചരിത്രങ്ങളെ ഓർത്തെടുക്കാതെ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? മൗലവി ഹജ്ജ് നിർവഹിക്കാൻ, ഉംറ നിർവഹിക്കാൻ ഒരിക്കൽ പരിശുദ്ധ ഹറമിലെത്തിയ ഒരു കഥയുണ്ട്. എപ്പോഴും അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു കഥയാണ്, ഒരു ചരിത്രമാണ്. മൗലവി ഉംറ നിർവഹിച്ച് പരിശുദ്ധ ഹറമിന്റെ മത്വാഫിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മലയാളിയായ ഒരു ചെറുപ്പക്കാരൻ ഹറമ ക്ലീൻ ചെയ്തുകൊണ്ട് കടന്നു വരികയുണ്ടായി. മൗലവിയെ മലയാളിയാണ് എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ്? മൗലവി പറഞ്ഞു, ഞാൻ കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ ഉസ്താദ് എവിടെയാണ്? കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് ഉസ്താദ് മടവൂർ എന്ന് പറയുന്ന സ്ഥലം അറിയുമോ? മൗലവി പറഞ്ഞറിയും. ആത്മകഥം പോലെ പരിശുദ്ധ ഹറമിന്റെ നേരെ നിന്ന്, പരിശുദ്ധ ഹറമിന്റെ മത്താഫിൽ നിന്ന് മലയാളിയായ മുസ്ലിം ചെറുപ്പക്കാരന്റെ അടുത്ത വാചകം, ആ മടവൂർ ഉസ്താദിന്റെ മക്കാമിലെത്തി
മരിക്കാനുള്ള തൗഫീക്ക് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്കിടയിലാണ് എൻ്റെ മുജാഹിദുകളെ നമുക്ക് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വെളിച്ചവുമായി കടന്നു പോകാനുള്ളത്. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം അവതരിക്കപ്പെട്ട് ഇറാ ഗുഹയിൽ നിന്ന് സമ്മിലൂനി എന്ന് ഓടിയ അള്ളാഹുവിന്റെ പ്രവാചകനെ ആശ്വസിപ്പിക്കുന്ന ഖദീജ ബീവിയുടെ ചരിത്രമുണ്ട്. അങ്ങ് ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. പള്ളിമൂലകളിൽ ചടഞ്ഞിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം പറയുന്ന വലാഇന്റെയും ബറാഇന്റെയും വ്യത്യസ്തമായ ദുർവ്യാഖ്യാനങ്ങൾ പറഞ്ഞ് മുസ്ലിം യുവതകളുടെ ഹൃദയങ്ങളിൽ, മുസ്ലിം ചെറുപ്പക്കാരുടെ ഹൃദയങ്ങളിൽ മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന ആധുനിക അഖിമാരുടെ ജീവിതത്തോട് മുജാഹിദ് പ്രസ്ഥാനത്തിന് വിളിച്ചു പറയാനുള്ളത്, പ്രവാചകൻ എന്ന 40 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ കാലഘട്ടങ്ങളിൽ നിന്ന് തന്റെ പള്ളിമൂലകളിലേക്ക് കടന്നു പോകുന്ന ചരിത്രമല്ല. വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശവുമായി മക്ക എന്ന തെരുവുകളിൽ വിശുദ്ധമായ ഇസ്ലാമിന്റെ തൗഹീദിന്റെ സന്ദേശം പറയുന്ന, തന്റെ വീട്ടിൽ തന്റെ കുടുംബത്തോട് സ്നേഹപൂർണമായ ജീവിതം കാഴ്ചവെക്കുന്ന, തന്റെ സുഹൃത്തുക്കൾക്ക് നല്ലൊരു സഹോദരനായി, അയൽവാസികൾക്ക് നല്ലൊരു കൂട്ടുകാരനായി, ആ നാട്ടിലെ ദീനീ വിദ്യാഭ്യാസം അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു അധ്യാപകനായി, ആ കുട്ടികൾക്ക് നല്ലൊരു ഉപ്പയായി, ആ പേരക്കുട്ടികൾക്ക് നല്ലൊരു വല്ലുപ്പയായി ചരിത്രത്തിൽ ഇടം പിടിച്ച മുഹമ്മദ് നബിയുടെ ചരിത്രമുണ്ട്. ഇന്നാ അൻസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ. പ്രവാചകരെ, താങ്കളെ നിയോഗിച്ചിരിക്കുന്നത് ഷാഹിദൻ സാക്ഷിയായിക്കൊണ്ടാണ്, വമുബശ്ശിറൻ സന്തോഷ വർത്തമാനം അറിയിക്കുന്നവനായിക്കൊണ്ടാണ്, വനദീറൻ താക്കീത് നൽകുന്നവനായിക്കൊണ്ടാണ്. മുജാഹിദ് പ്രവർത്തകന്മാരെ, നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം. ഇരുട്ട് നിറഞ്ഞ, അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞ, തൗഹീദിന് വിരുദ്ധമായ പോരാട്ടങ്ങളുമായി പൗരോഹിത്യം മുന്നോട്ട് പോകുന്ന കേരളത്തിന്റെ ഹൃദയഭൂമികളിൽ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക വചനത്തിന്റെയും ആത്മവിശ്വാസം ഹൃദയത്തിൽ ഏറ്റെടുത്ത് പോരാട്ട രംഗങ്ങൾ ഇറങ്ങാൻ ISM-ന്റെയും KNM-ന്റെയും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തകന്മാർക്ക് കഴിയണമെന്നതാണ് എന്റെ സംസാരത്തിന്റെ അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വലുതാണ്. ത്യാഗോജ്ജലമായ പോരാട്ടങ്ങൾ നടത്തിയ മഹാപണ്ഡിതന്മാർക്ക് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ് മദനിയുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് മുമ്പ് ഈ സംഘടനകൾക്ക് നേതൃത്വം നൽകിയ മഹാപണ്ഡിതന്മാർക്ക് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്തോഷങ്ങൾ കാണാൻ അവരാരും ഇന്നില്ല. AP അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹം ഒരിക്കൽ ഒരു സദസ്സിന് അറബി കോളേജുകളിൽ പഠിച്ച കുട്ടികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ മൗലവി പറഞ്ഞൊരു വാക്കുണ്ട്: നിങ്ങൾക്ക് സമ്മാനം നൽകാൻ ഞങ്ങളെപ്പോലുള്ള പണ്ഡിതന്മാരുണ്ട്, ഞങ്ങളൊക്കെ നിങ്ങളോടൊപ്പമുണ്ട്. വഴി നടക്കാൻ അവകാശമില്ലാത്ത, പുറത്തിറങ്ങാൻ സ്വാതന്ത്ര്യമില്ലാത്ത, വെള്ളം കുടിക്കാൻ അവകാശമില്ലാത്ത, ഭക്ഷണം കഴിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കോരിച്ചൊരിയുന്ന മഴയത്ത് മക്കളുടെ കൈപിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധനത്തിന് ഇറങ്ങേണ്ടി വന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് സമ്മാനങ്ങൾ നൽകാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് മൗലവി പറഞ്ഞപ്പോ അതിനുശേഷം സംസാരിച്ച ഇന്നത്തെ ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി ഹനീഫ് മൗലവിയുടെ കൈപിടിച്ചു പറഞ്ഞൊരു മറുപടിയുണ്ട്: മൗലവി, നിങ്ങൾ എന്തിനു നിരാശപ്പെടണം? കേരളത്തിന്റെ തെരുവുകളിൽ 10,000-കണക്കിന് പ്രബോധകന്മാരെ സൃഷ്ടിച്ചെടുത്ത ഒരു സംഘടനയുടെ നേതൃത്വത്തിലാണല്ലോ അങ്ങുള്ളത്. കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിൽ തൗഹീദിന്റെ സന്ദേശം എത്തിച്ച മഹാപ്രബോധകന്മാരെ സൃഷ്ടിച്ച ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ നിങ്ങളെത്തി എന്നുള്ളതാണ്, താങ്കളെ കൈപിടിച്ച് കയറ്റി എന്നുള്ളതാണ് ഈ സംഘടനയിൽ താങ്കൾക്ക് ലഭിക്കുന്ന നന്മയെന്ന് ഹനീഫ് മൗലവി AP-യോട് പറഞ്ഞ മറുപടിയുണ്ട്. സഹോദരങ്ങളെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മൾ നമ്മുടെ മുൻഗാമികളെ കുറിച്ച് ഓർക്കണം, മുൻഗാമികളുടെ ത്യാഗങ്ങളെ കുറിച്ച് ഓർക്കണം, അവരേത് വഴികളിലൂടെ കടന്നുപോയി എന്നോർക്കണം. ആ ഓർമ്മകളില്ലാത്ത ഒരു സാഹചര്യം നമുക്കുണ്ടാകരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ISM-ന്റെ പേരിൽ ഈ സമ്മേളനത്തിന് നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആശംസാ ഭാഷണം നിർവഹിച്ച